രണ്ട് ഇത് രണ്ട് നമസ്കാരം. നല്ല വിശേഷം, നല്ല വിശേഷം. എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ എൻ്റെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുന്നു. നടന്നു അബ്ദുള്ള മൗലവി നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് എന്ന് മാത്രമല്ല, യഥാർത്ഥ കേരള സ്റ്റോറിയുടെ നായകനാണ്. ഡിജിറ്റൽ സാക്ഷരത സമ്പൂർണമായി കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുമ്പോൾ ആ മാറ്റത്തിൻ്റെ ചരിത്രത്തിൻ്റെ നായകനായിട്ടാണ് 105 വയസ്സുള്ള അബ്ദുള്ള മൗലവി മാറുന്നത്. 105ാമത്തെ വയസ്സിൽ അദ്ദേഹം സാക്ഷരനായി, ഡിജിറ്റൽ സാക്ഷരനായി. ആ നിശ്ചയദാർഢ്യത്തെ, ഇച്ഛാശക്തിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് അബ്ദുള്ള മൗലവി തെളിയിച്ചിരിക്കുകയാണ്. അതുപോലെ 105 വയസ്സുള്ള അബ്ദുള്ള മൗലവിയെയും കണ്ടെത്തി ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ കേരളത്തിൻ്റെ മികവും നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ അശമന്നൂർ പഞ്ചായത്തിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം അവർ സാധാരണ കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് 60 വയസ്സുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കിയാൽ മതി. നമ്മൾ 65 വരെ തീരുമാനിച്ചിരുന്നു. പക്ഷെ അതും കഴിഞ്ഞ് 105 വയസ്സുള്ള അബ്ദുള്ള മൗലവിയെയും അവർ ഉപേക്ഷിച്ചില്ല. അദ്ദേഹത്തെയും അവർ സമീപിച്ചു. അദ്ദേഹം ഉത്സാഹത്തോടു കൂടി അതിൽ പങ്കാളിയായി. അപ്പോൾ ഒരേ സമയം അത് കേരളത്തിൻ്റെ കൂടി മികവിനെയാണ് കാണിക്കുന്നത്. ഇതാണ് കേരളം. അതെ